ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിപ്പോൾ വന്നത് ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ ഇത്ര ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായില്ല. 5 ദിവസം മുമ്പ് സിനിമ ഇറങ്ങിയ സമയത്ത്, 5 ദിവസമായി സിനിമ ഇറങ്ങിയ സമയത്തല്ല, അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കോപ്പിറൈറ്റ് പ്രശ്നമായിട്ട് മാറിയല്ലോ, പോയല്ലോ. അപ്പോൾ കൊരങ്ങൻ, കോക്കൻ മോറൻ, മരപ്പട്ടി മോറൻ എന്നൊക്കെ പറയുന്ന ശകുനി എന്നാണ് പറയുക. ശരിക്കും തൃശ്ശൂർക്കാർ ശകിണി എന്ന് പറയാം. ശകിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചപ്പട്ടാന്ന് പറയും, അത്രയും മോശം വ്യക്തി ആയുള്ള ചെകുത്താൻ. അവ ആ രീതിയിലാണ് ഫേമസ് ആയത്. കാരണം നെഗറ്റീവുകൾ പറഞ്ഞ് വളിപ്പടിച്ച് എന്നൊക്കെ പറഞ്ഞ് കോപ്പറേറ്റ് കാടിയിലൊക്കെയാണ് അവൻ ഫേമസ് ആയത്. ഫേമസ് എന്ന് പറയാൻ പറ്റില്ല. ഈ സന്തോഷ് പണ്ഡിറ്റൊക്കെ പോലെ ഒരു സാധനം, ആറാട്ടണ്ണനെയൊക്കെ പോലെ, അത് വേറെ രീതിയിലുള്ളൊരു ഫേമസ് ആവല്. അതാണ് സംഭവം. അശ്വന്ത് ഗോക്ക് എന്ന് പറഞ്ഞാൽ അവനെല്ലാവരും കുറ്റം പറയും, വലിയ സംഭവം എന്നൊക്കെ പറയും. അവന് അതിനുള്ള കഴിവൊന്നും ഇല്ലെങ്കിലും വലിയ, എന്നാലും കുറച്ച് അവന് അറിവുണ്ട്. അത് നമ്മളെല്ലാവരും മോശമാക്കി പറയാൻ പാടില്ലല്ലോ. അവന് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പറയാം. അവൻ്റെ രീതിയിലുള്ള അവൻ റിവ്യൂസ് ചെയ്യും. എല്ലാവരും കുറ്റം പറയും. മമ്മൂക്കാനും ലാലേട്ടനൊക്കെ പറയും. പക്ഷേ ലാലേട്ടൻ്റെ ആളാണ് അവൻ. എങ്കിലും ലാലേട്ടന് കുറ്റം പറയാറുണ്ട് കുറച്ച് നാളായിട്ട്. അത് അത്ര മോശം സിനിമകളായതുകൊണ്ടാണ് കുറ്റം പറയുന്നത്. ഒരുവിധമൊക്കെ തിരക്കില്ലാത്ത സിനിമയാണെങ്കിൽ അവൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് പറയും. അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും അവനൊരു അങ്ങനെ തനി കൂതറാന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ ഓരോ ധാർഷ്ട്യങ്ങളുണ്ടെന്ന് മാത്രം, വലിയ അറിവുള്ള എന്നുള്ള രീതിയിലും അങ്ങനത്തെ ഒരു രീതി മാത്രമല്ല. പക്ഷേ ഇവനെ നമുക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കോടിച്ച് പട്ടിയാണ് ഈ ചെകുത്താൻ. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഞാൻ കുറച്ച് സീനുകൾ അതിൻ്റെ ഇത് കാണിക്കാനായിട്ട് അതിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ. ടർബോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് റിലീസ് ആക്കിയിട്ട് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് അശ്വന്ത് ഗോപ്പ് എന്ന് പറഞ്ഞപ്പോ, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ കമ്പനി അയാളുടെ പോസ്റ്റ് എന്തോ തന്നതിന്റെ ഒരു പടം ഉപയോഗിച്ച് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടായി പോയി. പടം വലിയ ഗുണമൊന്നും ഇല്ല എന്നുള്ളത് അതിന്റെ ഈ എന്താ പറയുക, മമ്മൂട്ടിയെ കൊണ്ട് ഒരു ആക്ഷൻ മൂവി ചെയ്യിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഫാൻസുകാരെയൊക്കെ പറ്റിക്കാൻ ചെയ്തൊരു സാധനമാണ്. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. ട്രെയിലർ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഉഗ്രൻ ട്രെയിലർ. ഹിറ്റ് ആവും, അത് സംഭവമൊക്കെ ശരിയായി, പൈസയൊക്കെ കിട്ടും. പക്ഷെ ഒരു വാല്യൂ ഉള്ള സിനിമയൊന്നും അല്ല. വെറും എന്താ പറയണ്ടത്, വെറും തല്ലുപടം എന്നൊക്കെ പറയുന്ന പോലത്തെ. പിന്നെ മമ്മൂട്ടിയുടെ കുറെ പൊട്ട ആക്ഷനും ഇങ്ങനത്തെ മാസ് ഹീറോയിക് സാധനങ്ങളൊക്കെ കാണിച്ച് ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പടം. അതായത് ഒരു 3 ദിവസം കുഴപ്പമില്ലാതെ ഓടും, എന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാതെ അങ്ങ് പോവും. മറ്റേ ഭ്രമയുഗവും അതൊന്നും ഓടിയ പോലെ ഒന്നും ഓടത്തില്ല. അപ്പൊ അത് ആദ്യത്തെ ഇവപ്പോ അശ്വന്ത് ഗോക്കിനെ സപ്പോർട്ട് ചെയ്യാണ്. കണ്ടില്ലേ? ഇവൻ സിനിമ കണ്ടിട്ടില്ല, ഇവൻ്റെ കൂട്ടുകാരൻ കണ്ടു സിനിമ, ഇവൻ കണ്ടിട്ടില്ല. എന്നിട്ടാണ് അഭിപ്രായം പറയുന്നത്. ഇവൻ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ വലിയ സംഭവമാക്കിയിട്ട് ഫാൻസുകാർ പറഞ്ഞു. വലിയ രീതിയിൽ എന്താ പറയുക, ട്രെയിലറൊക്കെ വന്നു, സൂപ്പറായിരുന്നു. ട്രെയിലർ ഗംഭീരമായിരുന്നു. സിനിമ വളരെ മോശം സിനിമയാണെന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത്. കാരണം ഇവൻ കണ്ടിട്ടില്ല സിനിമ. ഫാൻസുകാർ തള്ളി മറക്കുകയാണ്. അതായത് സിനിമ ഇവൻ കണ്ടിട്ടില്ല, പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നത് മോശം സിനിമയാണെന്നാണ് പറയുന്നത്. അതുപോലെ അശ്വന്ത് ഗോക്ക് ഇതിനെ പറ്റിയിട്ട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞത് കൊണ്ട് അശ്വന്ത് ഗോക്കിൻ്റെ അക്കൗണ്ട് മമ്മൂട്ടി പൂട്ടിച്ചു. നാണാവില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ് ചെയ്യുന്നത്. അതിന് ഈ കുരങ്ങനോട് നമുക്ക് പറയാനുള്ളത്, അതുകൊണ്ടല്ല സംഭവം ഉണ്ടായിട്ടുള്ളത്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നത് അവരെ പോസ്റ്റർ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഈ അശ്വന്ത് ഗോക്കിനെയും മറ്റുള്ള ഇതുപോലെ റിവ്യൂവേഴ്സിനെയൊന്നും മമ്മൂക്കയ്ക്ക് അങ്ങനെ പൂട്ടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ചുണ്ണിയും കിണ്ണിയും വേറെ കുറേ കടികളുണ്ടായിരുന്നു. അശ്വന്ത് ഗോക്ക് മാത്രമല്ല, ഷബാസ, അതുപോലെ തന്നെ ചുണ്ണി, അങ്ങനെ കുറേ ടീമുകളെല്ലാവരും ഇതിനെ പറ്റിയിട്ട് റിവ്യൂസ് പറഞ്ഞതൊക്കെ മോശപ്പെട്ട രീതി, അല്ലെങ്കിൽ അത്രയ്ക്കും നന്നായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ പൂട്ടിക്കണല്ലോ. എന്തുകൊണ്ടാണ് ഇവനെ മാത്രം ചെയ്തത്? അതിനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. ഇനി ഇതൊക്കെ 5 ദിവസം മുമ്പ് പറഞ്ഞുള്ള സാധനം, അല്ലെങ്കിൽ സിനിമ വന്നിട്ട് ഇപ്പോൾ 7 ദിവസം 8 ദിവസം കഴിഞ്ഞു. ഇത് 5 ദിവസം മുമ്പ് ഇവൻ പറഞ്ഞു. ഇവരൊക്കെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗഡികളൊക്കെ വിചാരിച്ചെന്താ, ഈ സിനിമ പൊട്ടുന്ന വിചാരിച്ചിരുന്നത്. അത് 2 ദിവസം കഴിഞ്ഞ ആൾക്കാരുണ്ടാവില്ല.
അത് കഴിഞ്ഞ് പോവും. ഈ മമ്മൂട്ടി ഫാൻസ് വെറുതെ തള്ളി മറിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. അശ്വന്ത് ഗോക്കിനെ സപ്പോർട്ട് ചെയ്ത് അവൻ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താണെങ്കിൽ നിങ്ങൾ ഇവൻ്റെ വീഡിയോ ഒന്നും പോയി കാണണ്ട, കണ്ടിട്ട് അവൻ റീച്ച് അങ്ങനെ കൂട്ടി കൊടുക്കൊന്നും വേണ്ട. എന്നെങ്കിലും ഞാൻ അതിൽ പുറത്ത് കണ്ടുപിടിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പോഴും ചെകുത്താൻ മോഹൻലാലിനെയാണ് കുറ്റം ലാലിനെയാണ് കുറ്റം പറയാറുള്ളത്. അപ്പോൾ ഇവർ വന്ന് തെറി പറയാറുണ്ട് മോഹൻലാൽ ഫാൻസുകാർ. ഈ വീഡിയോയിൽ നിങ്ങൾ അടിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും മമ്മൂക്ക ഫാൻസ് അവിടെ ആരുമില്ല. ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിച്ചു, അവിടെ മോഹൻലാൽ ഫാൻസുകൾ മാത്രമല്ല അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം അവർ മറുകണ്ഠം ചാടി ഇപ്പോൾ ചെകുത്താൻ്റെ സെറ്റായി. ഇത്രയ്ക്കും ലോ ക്ലാസ് ടീമാണ് മോഹൻലാൽ ഫാൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മമ്മൂട്ടീനെ കുറ്റം പറയാൻ ആരെങ്കിലും ഇരുന്നാൽ അവൻ്റെ എന്താ പറയുക കാല് വരെ നക്കി കൊടുക്കുന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ മോഹൻലാൽ ഫാൻസ്. ചെകുത്താൻ ഏറ്റവും കൂടുതൽ കൊന്നു കൊല വിളിച്ചിട്ടുള്ള ആൾ ലാലേട്ടനെയാണ് അവിടെ പോയിട്ട് അവൻ്റെ ആസനം നക്കി കൊടുക്കുന്നത്.